പാർലമെന്റിലെ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ തനി സ്വഭാവം പുറത്തുകാട്ടി പച്ചയ്ക്ക് നുണ പറഞ്ഞ് മോദിയുടെ തലച്ചോറില്ലാത്തവർക്ക് മോദി പറയുന്ന ഏത് പച്ചക്കള്ളവും വേദവാക്യമാണെന്നറിയാം. പക്ഷേ മോദിയുടെ ആ ജുംലയെ ഒടിച്ചു മടക്കി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഈ പച്ച നുണയെ പൊളിച്ചടുക്കി വ്യക്തമായ തെളിവോടെ അനേകം പേരും രംഗത്ത് വന്നു. മോദി പറഞ്ഞത് ഇതാണ്: താങ്കളുടെ, അതായത് സ്പീക്കറുടെ മാർഗദർശനത്തിൽ 17ാം ലോക്സഭ അതിന്റെ പ്രൊഡക്ടിവിറ്റി 25 വർഷത്തെ ഏറ്റവും വലിയ നിലയായ 97% എത്തിയെന്ന് മോദി പറയുന്നത് കേട്ടോ. आपके मार्गदर्शन में 17वीं लोकसभा उसकी प्रोडक्टिविटी 25 साल के हाईएस्ट लेवल पर 97% रही. മോദിയുടെ ശബ്ദം കേട്ടോ. പഴയതുപോലെ ശബ്ദത്തിന് ഒരു ഗും പോരാ. സംഗീതജ്ഞരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൊത്തം വെള്ളി വീണിരിക്കുകയാണ്. അതുപോലെ മോദി പറഞ്ഞത് വെറും കള്ളമാണ്. ഇത്രയും എഫിഷ്യൻസി ഇല്ലാത്ത ലോക്സഭ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അത് തെളിവ് സഹിതം അവസാനം വ്യക്തമാക്കാം. അതിനു മുൻപ് ഇതിന് രാഹുൽ ഗാന്ധി പറഞ്ഞ കുറിക്കൊള്ളുന്ന മറുപടി കേട്ടോളൂ. ചോദ്യം എത്ര എഫിഷ്യന്റായി സഭ നടന്നു എന്നതല്ല, മറിച്ച് യഥാർത്ഥ ചോദ്യം ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദം എത്രമാത്രം പാർലമെന്റിൽ കേൾക്കാൻ അനുവദിച്ചു എന്നതാണ്. പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തിയിട്ട് സഭ കാര്യക്ഷമമായി നടന്നു എന്ന ആശയം ജനാധിപത്യ വിരുദ്ധമായ ആശയമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷം ഭരണഘടനയെ പ്രതിരോധിക്കണം എന്നാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചു തന്നു. എത്ര വ്യക്തമായും ഫ്ലുവൻ്റായുമാണ് രാഹുൽ ഗാന്ധി തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് എന്ന് കണ്ടോ. The question is not how efficiently the House is run. The question is how much of India's voice is being allowed to be heard in this House. So the idea that you can run the House efficiently by silencing the voice of the opposition is a non-democratic idea. And this election has shown that the people of India expect the opposition to defend the constitution, the Samvidhan of this country. വലിയ കരഘോഷത്തോടെയാണ് പ്രതിപക്ഷാംഗങ്ങൾ രാഹുലിന്റെ ഈ വാക്കുകളെ വരവേറ്റത്. കഴിഞ്ഞ പാർലമെന്റിൽ രാഹുൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഹാലിളകി ആർത്തട്ടഹസിച്ചിരുന്ന മോദിക്കൂട്ടം മിണ്ടാട്ടം മുട്ടിയിരുന്നു എന്ന് വേണം പറയാൻ. ഇനി മോദിയുടെ ഈ ക്ലെയിമിൽ ഒരു വാസ്തവവുമില്ല എന്ന് PRS റിസർച്ചിന്റെ ഔദ്യോഗിക രേഖയുടെ സഹായത്താൽ തെളിയിക്കാം. സത്യം മോദി പറഞ്ഞതിന്റെ നേർ വിപരീതമാണ്. കഴിഞ്ഞ ലോക്സഭയുടെ യഥാർത്ഥ ചിത്രം: ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സിറ്റിംഗ് നടന്ന ഫുൾ ടൈം ലോക്സഭ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതിരുന്ന ഏക ലോക്സഭ, 15 സെഷനുകളിൽ 11 നേരത്തെ പിരിഞ്ഞു. അതുമൂലം നിശ്ചയിച്ച 40 സെഷനുകൾ നടന്നില്ല. 2 സഭകളിലുമായി 206 തവണ MP-മാരെ സസ്പെൻഡ് ചെയ്തു. അതും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ MP-മാരെ സസ്പെൻഡ് ചെയ്ത സഭ. 50%-ലധികം ബില്ലുകളും കാര്യമായ ചർച്ചയില്ലാതെ 2 ആഴ്ചയ്ക്കുള്ളിൽ പാസാക്കിയ സഭ. ബില്ലുകൾ നിയമമാവുന്നതിനു മുൻപ് സമഗ്രമായ ചർച്ച നടത്തേണ്ടത് ഏറ്റവും വലിയ ആവശ്യകതയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ലോക്സഭയിലെ 34%, രാജ്യസഭയിലെ 35% ബില്ലുകളും 1 മണിക്കൂറിൽ താഴെ മാത്രം ചർച്ചയ്ക്ക് ശേഷം പാസാക്കിയ സഭ. 20%-ൽ താഴെ ബില്ലുകൾ മാത്രമാണ് കമ്മിറ്റികൾക്ക് റെഫർ ചെയ്തത്. 10%-ൽ താഴെ ബില്ലുകൾ മാത്രമാണ് വോട്ടെടുപ്പോടെ പാസാക്കിയത്. സഭ മാറ്റിവെക്കാനുള്ള ഒരു മോഷനും അനുവദിച്ചില്ല. ചോദ്യോത്തര സമയം 60% മാത്രമാണ് ഉപയോഗിച്ചത്. ബഡ്ജറ്റ് മുഴുവനും ചർച്ച കൂടാതെയാണ് പാസാക്കിയത്. അങ്ങനെ ഏറ്റവും ഡിസ്ഫങ്ഷണലായ ലോക്സഭയായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള 17ാം സഭ. ഭക്തർക്ക് ഇതൊക്കെ ധാരാളമാണെന്നറിയാം, പക്ഷെ രാജ്യനന്മയ്ക്ക് ഇത് വലിയ ദോഷം ചെയ്തു എന്നതാണ് വാസ്തവം.